ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഉറച്ച നിലപാടുകളെക്കുറിച്ചും ചില സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ഞാൻ വ്യക്തമാക്കട്ടെ, ഇറാന്റെ രാഷ്ട്രീയ ഘടന ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല. നമ്മുടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ കൊല്ലപ്പെട്ടുവെന്ന് ശത്രുക്കൾ ആഘോഷിക്കുമ്പോൾ അവർ ഒരു കാര്യം മറന്നു പോകുന്നു. ഇറാൻ ഒരു വ്യക്തിയല്ല, അതൊരു സുശക്തമായ പ്രസ്ഥാനമാണ്. നമ്മുടെ നേതാക്കൾ രക്തസാക്ഷികളായാലും ആ സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ പതിനായിരങ്ങൾ സജ്ജരാണ്. ഭരണകൂടത്തിൻ്റെ ഒരു തൂണ് പോലും തകരില്ല. നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ച് പോലും നമ്മൾ പിന്നോട്ട് പോകില്ല. ഈ യുദ്ധം ഇറാൻ തിരഞ്ഞെടുത്തതല്ല, അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധമാണ്. ഇത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. 10,000 മൈൽ അകലെ നിന്ന് വന്ന് അമേരിക്ക നമ്മെ ആക്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്കാവില്ല. നമ്മുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മേഖലയിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുക എന്നത് നമ്മുടെ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ അയൽ രാജ്യങ്ങളിലെ സാധാരണക്കാരെ ഉപദ്രവിക്കാൻ ഇറാന് ഒട്ടും ആഗ്രഹമില്ല. എന്നാൽ അമേരിക്കൻ സൈനികർ നഗരങ്ങളിലെ ഹോട്ടലുകളിലും ജനവാസ മേഖലകളിലും ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ സിവിലിയന്മാരെ പോലും ബാധിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇറാനല്ല, അമേരിക്കയ്ക്ക് മാത്രമാണ്. അവരാണ് ഇവരെ ബലിയാടാക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നൽകി സഹായിക്കുകയാണ്. നിങ്ങളുടെ മണ്ണിൽ നിന്ന് തന്നെയാണ് ഇറാന് നേരെ മിസൈലുകൾ ഉയരുന്നത്. നിങ്ങൾക്കതറിയാം. എന്നിട്ടും ഈ യുദ്ധം കാരണം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ പ്രസിഡന്റ് ക്ഷമാപണം നടത്തിയത് ഇറാന്റെ മാന്യത ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വെറും ഒരു വെടിനിർത്തൽ മാത്രമല്ല, മറിച്ച് ഈ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നാണ്. ലെബനനിലും യമനിലും ഇറാഖിലും സമാധാനം പുലരണം. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും വികസനത്തിലേക്ക് നീങ്ങുന്ന ഒരു പുതിയ കാലമാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിന് തടയിടാൻ അമേരിക്കയ്ക്ക് കുടപിടിക്കുന്നത് അയൽ രാജ്യങ്ങൾ നിർത്തണം. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ഇറാന് വ്യക്തമായ നിലപാടുകളുണ്ട്. ഇത് നമ്മുടെ അതിർത്തിയിലെ ജലപാതയാണ്. ശത്രുക്കൾക്ക് ഇത് ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവാദം നൽകില്ല. യുദ്ധത്തിന് ശേഷം ഈ ജലപാതയിലൂടെയുള്ള യാത്രകൾക്കായി പുതിയ നിയമങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അത് ഇറാന്റെയും ഈ മേഖലയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാകണം.